ചായ കുടിച്ചാലോ? ചേട്ടോ ചായ ഉണ്ടാ? നീ ചോദിക്കാനല്ലേ ഞാനൊന്ന് തുറന്നു വെച്ചിരിക്കണം. അപ്പൊ ചായ ഉണ്ട്, ഒരു സ്ട്രോങ് പാലും കൂട്ടി, ഒരു മീഡിയം മധുരം കുറച്ച്, കടുപ്പം കൂട്ടി, പാലും കൂട്ടിക്കും. എനിക്കെല്ലാം കൂട്ടി, ഒന്നും കുറയ്ക്കണ്ട. എന്നാ പോയിട്ട് ഒരു 4 മണിയാകുമ്പോ. അതെന്നാ ചേട്ടാ അങ്ങനെ പറഞ്ഞത്? അല്ല, നിങ്ങൾ ഈ പറഞ്ഞ പരുവത്തിൽ ചായ എടുക്കണമെങ്കിലേ ഇത്തിരി സമയം പിടിക്കും, ഇത്തിരി പ്രായമുണ്ടേ. ചേട്ടാ എനിക്ക് 4 ചായ, ചേട്ടൻ്റെ ഇഷ്ടത്തിനെടുക്കും. അങ്ങനെ വഴിക്കുവാ. ആ ബെന്നിയുടെ പരുവം കണ്ട, ഇവിടെ കട തുടങ്ങിയപ്പോ ഇട്ടായിരിക്കൂടാ. എനക്കൊരു കുറവില്ല. ആ പാട് 4 ചായയുടെ കച്ചവടം, പിന്നെ ഇങ്ങനെ വെനിയും പഠിക്കാൻ പറ്റും. കഴിക്കാനുണ്ട് അപ്പം, ദോശ, മസാല ദോശ, നെയ് റോസ്റ്റ്, പൊറോട്ട. കറിയൊന്നുമില്ലേ? ചിക്കൻ കറി, ബീഫ് കറി, മീൻ കറി, വെജിറ്റബിൾ കറി, മുട്ടക്കറി, വെജിറ്റബിൾ കുറുമ. ഇതെല്ലാം ഉണ്ടാക്കണമെന്ന് ആഗ്രഹമുണ്ട്, പക്ഷെ ഉണ്ടാക്കേണ്ട കാര്യമില്ല, ചിലവാകരി. ഇതെല്ലാം ഞാൻ തന്നെ തിന്നു തീർക്കണം. പണ്ട് തിന്നുമായിരുന്നു, ഇപ്പം മേലെ. ചേട്ടാ ഇതിന് മധുരമില്ല ചേട്ടാ. ചേട്ടാ എത്ര? അത്തേക്കാരും ചേട്ടാ ഇവിടെ ഒരു പഴയ സിനിമാ സംവിധാനം ഉണ്ടല്ലോ, ഒരു PK ഗംഭീരൻ, അങ്ങനെ വീട് എവിടെയാ? എന്തിനാ? ചുമ്മാ ഒന്ന് കാണാനാ, അമ്മാവന്റെ പഴയ കൂട്ടുകാരനാ. നിങ്ങള് ഹേമ കമ്മീഷൻ ആരെങ്കിലും ആണോ? ആ കമ്മീഷൻ വന്നതിൽ പിന്നെ പുള്ളിക്കാരൻ പുറത്തിറങ്ങാറേ ഇല്ല, പേടിച്ചിട്ടാണ്. 40-45 കൊല്ലം മുമ്പ് സിനിമ ചെയ്ത ആളാ. ഇതൊക്കെ ഇപ്പൊ ആര് ഓർത്തിരിക്കാനാ? അമ്മാവൻ അങ്ങനെ സിനിമയിലേ ഗ്ലാസ് അടിക്കാരനാ. ക്ലാസ് അല്ലടാ, ക്ലാപ്പ്, ക്ലാപ്പാ. അതന്നെ. എന്നാ അമ്മാവനെ ഒന്ന് സൂക്ഷിച്ചോണം. ചേട്ടാ ആ ഗംഭീര സാറിന്റെ വീട്ടിലോട്ട് വഴിയെന്ന് പറഞ്ഞുതരാവാ. ഇവിടുന്ന് നേരെ പോയ ഒരു കാര്യം കാണാം, അവിടുന്ന് ഇടത്തോട്ടും വലത്തോട്ടും റോഡ് തിരിയും, നിങ്ങൾ തിരിയരുത്. വീണ്ടും നേരെ 1 കിലോമീറ്റർ പോയി കഴിയുമ്പോഴത്തേക്ക് ഇടത്തോട്ടും വലത്തോട്ടും തിരിയും. ഞങ്ങൾ തിരിയല്ല, നേരെ പോവും. അപ്പൊ തോട്ടി വീഴും. ഇവിടെ നടക്കാനുള്ള ദൂരേ ഉള്ളോ? ഓട്ടോയ്ക്ക് പോയാൽ നടപ്പൊഴിവാകും, പക്ഷെ ദൂരം കുറയും. എന്താ പിന്നെ നടന്നു പോകുന്നത്? അല്ല പിന്നെ എന്റെ കൊടുങ്ങല്ലൂരമ്മച്ചി, ഹേമ കമ്മീഷന്റെ ഒരു വാർത്തയും ഈ പത്രത്തിൽ ഉണ്ടാവില്ല. മറ്റുവേലില്ല, ഇതിലുമില്ല. ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ല. 2 ആർട്ട് ഫിലിം പിടിച്ചിട്ടുണ്ട്, തലക്കെട്ട് കണ്ടില്ലേ? സെൻസർ ബോർഡ് എനിക്ക് സർട്ടിഫിക്കറ്റാണ് തന്നത്. പ്രൊഡ്യൂസറോട് ഞാൻ പടം റിലീസ് ചെയ്യില്ല പലവട്ടം പറഞ്ഞതാ, അയാൾ കേൾക്കണ്ടേ? ഞാൻ എന്നാ ചെയ്യാനാ? ആശാന ഇത് ഞാനാ, ക്ലാപ്പ് ബോർഡ് അടിച്ചിരുന്ന ലംബോദരൻ. ആശാന ഇത് എന്തൊക്കെയായി പറയുന്നത്? അപ്പൊ നിങ്ങൾ? ഞങ്ങള് വേറെ അപ്പൊ ഹേമ കമ്മീഷന്റെ ആരുമല്ല. ആശ്വാസമായി. ഈശ്വരാ, സിനിമാക്കാരൻ്റെ ഒരു അവസ്ഥ. വീട്ടിലേക്ക് ഒരു ഓന്തോടിക്ക് അറിയാലും അസമയത്ത് ഫോൺ റിങ് ചെയ്താലും എനിക്ക് പേടിയാ. TV തുറന്നിട്ട് എത്ര കാലമായെന്നറിയാമോ? എന്റെ പേരെങ്ങാനും പറഞ്ഞാൽ അയ്യോമേ, ഞാൻ അങ്ങനത്തെ ഒരാളാണോ? ആണോ? അല്ല. അല്ലേ? അല്ലേ? അല്ല. ആശാനെ സത്യം പറ, എന്നെ കൂടെ പേടിപ്പിക്കും. അന്ന് പിന്നെ ഞാനൊരു നിർവികാര ജീവിയാ. എനിക്കറിയാം എന്റെ ആശാൻ വെറും ഒരു ക്ലാപ്പടിക്കാരനായി എന്റെ കൺട്രോൾ പോലും പോയ പല സന്ദർഭങ്ങളുണ്ട്. എങ്കിലും എന്റെ ആശ അതവിടെ ക്ലാപ്പായി. ഞാൻ ജീവിച്ചിരിക്കുന്ന കടുക്കാ കഷായത്തിന്റെ പരിചയമാണ് ഈ PK ഗംഭീരൻ. 2 സമകാലികരുടെ രോദനം. എല്ലാം ശരിയാകും ആശാൻ. ഈ പ്രായത്തിലോ? ഭാര്യ അവളിട്ടേച്ച് പോയി. വന്ന കാര്യം പറ. ആശാനോട് കാര്യം പറ. ഞങ്ങൾക്ക് സിനിമയിൽ അഭിനയിക്കാൻ ഒരു ചാൻസ് കിട്ടിയിട്ടുണ്ട്. ബോധം പോയി. സിനിമയുടെ കാര്യം പറയണ്ടായിരുന്നു, പിന്നെ അഭിനയം പഠിക്കാൻ വന്നെന്ന് പറഞ്ഞാൽ മതിയായിരുന്നു. അഭിനയം പഠിക്കാനെന്ന മോഹവുമായി മദ്രാശിയിലെ ഹോട്ടൽ മുറികളുടെ വാതിലിൽ മാറി മാറി മുട്ടി പലവട്ടം. നമ്മളും പെടുമെന്നാണ് തോന്നുന്നു. കൂടുതൽ ചരിത്രം അറിയുന്നതിന് മുമ്പ് നമുക്ക് രക്ഷപ്പെടണം. അതെന്താ? അതിനെ മുട്ടിയവരെല്ലാം പെട്ടു നിൽക്കുകയല്ലേ? അത് നമ്മുടെ വാതിൽ മുട്ടിട്ടില്ലല്ലോ. എനിക്കെന്താ പറ്റിയേ ലംബോദരാ? എനിക്കെന്താ പറ്റിയത്? ഞാൻ എന്താ പറഞ്ഞത്? എന്റെ ഗംഗയ്ക്കൊന്നും പറ്റിയിട്ടില്ല, സത്യമായി ഒന്നും പറ്റിയിട്ടില്ല. നിങ്ങളും മണിച്ചിത്രത്താഴ് കളിക്കാണ്. വന്ന കാര്യം പറ. ഞങ്ങൾക്ക് അഭിനയം പഠിക്കണം. ആശാൻ ഞങ്ങളെ പഠിപ്പിക്കണം. യാത്രാക്ഷണം മാറ്റി എല്ലാവരും കയ്യും കാലം നനച്ച് ഈറിനോടെ ഒരു ദക്ഷിണയായിട്ട് വന്നോളൂ.
എല്ലാവരും മരിച്ചവരെ മനസ്സിൽ ധ്യാനിച്ച് തർപ്പണം ചെയ്തിട്ട് വാ. ആര് മനുഷ്യൻ എപ്പോ മരിച്ചു? ആശാന് ആ അല്ല ഈ മൊത്തത്തിലൊരു ആംബിയൻസ് മാറിയതുകൊണ്ട് ഓക്കെ ക്ഷമിക്കണം. അഭിനയം പഠിക്കാനെന്ന മോഹവുമായി മദ്രാസിലെ ഹോട്ടൽ റൂമുകളിൽ മുട്ടരുത്, ഞങ്ങൾ പെടും. അമ്മ ഒരുമാതിരി പോയി നീ ഒന്ന് ക്ഷമിയിര്. നമുക്ക് എല്ലാം ശരിയാക്കാം. ഈ വെളിവില്ലാത്തവനൊക്കെയാണ് അവനെ പഠിക്കാൻ വന്നിരിക്കുന്നത്. നമുക്ക് തിരിച്ചു പോവാം. ആ കമന്റ് റിപ്പോർട്ട് വന്നതിന് ശേഷം അയാൾക്ക് പ്രാന്തായിട്ടിരിക്കുകയാണ്. നമ്മുടെ തടിയൂരി എടുക്കാം. സിനിമയിൽ അവസരം കിട്ടിയെന്നതൊക്കെ ശരി തന്നെ. അതിന് നമുക്ക് അഭിനയിക്കാൻ അറിയാമല്ല. അതിനല്ലേ നമ്മളിവിടെ വന്നിരിക്കുന്നത്. ഈ കഴിഞ്ഞ എടുത്താ എല്ലാ തഞ്ചത്തിലൊക്കെ നിൽക്കുവാണെങ്കിൽ നമ്മൾ കാര്യങ്ങൾ വശത്താക്കാം. അത്ര തന്നെ. നടന്നതല്ല. ക്ഷമിക്കണം, കുറച്ചു നേരത്തേക്ക് എന്റെ മെമ്മറി ഔട്ടായിപ്പോയി. ഓ അഭിനയം പഠിക്കണല്ലേ. ക്യാമറയ്ക്ക് മുമ്പ് വരുമ്പോൾ സംവിധായകൻ സ്റ്റാർട്ട് ക്യാമറ ആക്ഷൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യും? കട്ട് പറയും. ആ ഓക്കെ, അപ്പോൾ നിങ്ങൾ അഭിനയിക്കാൻ തയ്യാറായിക്കൊള്ളൂ. അപ്പോൾ കർഷകരായിട്ട് നിങ്ങൾ രണ്ടുപേരും അഭിനയിക്കണം. പിന്നെ അലക്കുകാരൻ, ആ കറക്റ്റാ, നിങ്ങൾ അലക്കുകാരായിട്ട് അഭിനയിക്കണം. അപ്പോൾ ലാസ്റ്റ് വൺ വേലക്കാരൻ തന്മയത്തമായിട്ട് അഭിനയിക്കണം. എല്ലാവരും സ്വന്തം ശൈലിയിൽ. അപ്പോൾ കർഷകർ തൂമ്പയുടെ തോട്ടത്തിലേക്ക് പോയിക്കോളൂ. ആ അലക്കുകാരൻ വൃത്തിയായിട്ട് അലക്കണം കേട്ടോ. പിന്നെ വേലക്കാരൻ പാത്രങ്ങളെല്ലാം കഴുകി വൃത്തിയായിട്ട് വെക്കണം. ചെയ്തോളാം. യെസ് റെഡി, സ്റ്റാർട്ട് ക്യാമറ ആക്ഷൻ. ആശാനെ ഓക്കെ ആണെങ്കിൽ കട്ട് പറയുമല്ലോ. അഭിനയം പഠിക്കാൻ വന്നായിരിക്കും അല്ലേ? ഞാനൊരു മാസമായി വന്നിട്ട്. എനിക്ക് മുമ്പേ വന്നവര് അവിടെ നിന്ന് പണിയെടുത്തിട്ടിരിക്കുക. ഞങ്ങൾക്ക് ഒരുപാട് വേഷം കിട്ടിയിട്ടുണ്ട്. അതിൽ ഏത് ചെയ്യണമെന്ന് ഞങ്ങൾ ആലോചിച്ചുകൊണ്ടിരിക്കും. എനിക്ക് പെയിൻ്റർ റോളാണ് കിട്ടിയത്. പക്ഷെ ശരിയായിട്ടില്ലെന്ന് ആശാൻ പറയുന്നത്. ഒരു മാസമായി ഈ വീട് 4 പ്രാവശ്യം ഞാൻ കഴുകിക്കൊണ്ടിരിക്കുന്നത്. ഇത് ട്രാപ്പാണ്. അതേ ട്രാപ്പ് വേണം. അഭിനയം പഠിച്ചില്ലേലും വേണ്ട, എനിക്ക് വീട്ടിൽ പോയാൽ മതി. ആശാനൊരു ആപ്പോ നമുക്ക് വെച്ചിട്ടുണ്ടോ എന്നൊരു സംശയം. എങ്കിൽ നമുക്കും തിരിച്ചു വയ്ക്കാറുണ്ട്. അതിന് ഞാൻ കട്ട് പറഞ്ഞില്ലല്ലോ. ഞങ്ങൾ കട്ട് ചെയ്ത്. ആശാനെ ഞങ്ങൾക്ക് അഭിനയിക്കേണ്ടത് കൊള്ളക്കാരായിട്ടോ. ഞങ്ങൾ കൊള്ളയടിക്കാൻ വരുമ്പോ വീട്ടുകാരൻ കയറി ഞങ്ങളെ തടയും. അപ്പൊ ഞങ്ങൾ വീട്ടുകാരനുമായി ഒരു അടി ഉണ്ടാക്കും. ഇത് ഞങ്ങളൊന്ന് അഭിനയിച്ച് കാണിക്കാം. എന്തെങ്കിലും തെറ്റുകുറ്റമുണ്ടെങ്കിൽ ആശാനൊന്ന് പറഞ്ഞു തരണം. നിങ്ങൾക്ക് എന്നെക്കാൾ നന്നായിട്ട് അഭിനയിക്കാൻ അറിയാം. അപ്പൊ ഓക്കെ അല്ലേ സാറേ? ഓക്കെ